ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഓട്സ് റെസിപ്പി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ടത്തരി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് വിസ്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി രാവിലെ എണീച്ച ബാക്കി പരിപാടി. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും ഇതുപോലെ എടുത്ത് പീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു പീലർ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പീൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നോർമലായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇനി നമുക്കൊരു തടുക്ക റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു തുള്ളി കായപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തലേദിവസം സോക്ക് ചെയ്യാൻ വെച്ച ഓട്സ് വന്നിട്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരറ്റും കുക്കുംബറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓട്സ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തടുക്കയിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓട്സ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ട്രൈ നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.